ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് ടോപ്പിക്സ്, +1 +2 മാത്തമാറ്റിക്സ് ലാബ് ആക്ടിവിറ്റീസ്, ഈസി മെത്തേഡ് ഫോർ PSC മാത്തമാറ്റിക്സ്, ഹൈസ്കൂൾ ICT ടോപ്പിക്സ് എന്നിവയ്ക്ക് ഉപകാരപ്രദമാകുന്ന യൂട്യൂബ് ചാനലാണ് Tech4Maths. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. +1 ക്ലാസ്സിലെ മാത്സ് ലാബ് 7 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 4 ആക്ടിവിറ്റി ഉൾപ്പെടുത്തിയ ഒരു ലാബാണിത്. ഈ ലാബിൻ്റെ പേര് ഷിഫ്റ്റിംഗ് ആൻഡ് സ്കെയിലിംഗ് ഓഫ് ഗ്രാഫ് ഓഫ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതാണ്: ചേഞ്ച് ദ ഡിസ്റ്റൻസ് ഓൺ ദ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് പൈ. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് പൈ ആക്കി മാറ്റണം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x) = sin x. പിന്നെ എടുക്കുന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. A വിത്ത് മിനിമം -10, മാക്സിമം 10, ഇൻക്രിമെൻറ്റ് 0.01. അതിനുവേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഡിസ്റ്റൻസ് മാറ്റാൻ ഈ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഗ്രാഫിക്സിൽ എക്സ് ആക്സിസിൽ ഈ ഡിസ്റ്റൻസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നും പൈ സെലക്ട് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം പറഞ്ഞേക്കുന്ന ഒരു sin x ഗ്രാഫ് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. sin x ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്യുക. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സ്ലൈഡറെടുത്ത് മാക്സിമവും മിനിമവും പറയുന്നുണ്ട്. മിനിമം -10, മാക്സിമം 10, ഇൻക്രിമെൻറ്റ് 0.01. അതിനുശേഷം പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് sin x + a ബൈ ഗിവിങ് ഇൻപുട്ടിൽ f(x + a) എന്ന് കൊടുത്താലും മതി, ഇങ്ങനെ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഫൈൻഡ് ദ മിനിമം പോസിറ്റീവ് വാല്യൂ ഓഫ് a ഫോർ വിച്ച് sin x + a is equal to sin x. f(x + a) ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എയുടെ മിനിമം വാല്യൂ, അതായത് sin x + a is equal to sin x ആവുന്ന മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രാഫ് സെയിം ആവുന്നത് നോക്കിയാൽ മതി. ഏറ്റവും മിനിമം വാല്യൂ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എയ്ക്ക് 6.3 കൊടുക്കുമ്പോൾ ഈ sin x + a-യും sin x-ഉം സെയിമാണ്, ഗ്രാഫ് സെയിമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ 6.3 എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പൈയുടെ വാല്യൂ 3.14 ആകുമ്പോൾ അതിൻ്റെ ഡബിളാണ്, എന്ന് വെച്ചാൽ 2π എന്ന് പറയാം. അപ്പോൾ ഇവിടെ x + 2π എന്ന് പറയാം. അപ്പോൾ x + 2π ആകുമ്പോഴാണ് sin x ഇത് sin x ആയി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ sin x, ഇപ്പോൾ നമുക്കറിയാം f(x + a) is equal to f(x) ആയാൽ ആ എ അതിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാം, ആ എയെ പീരീഡ് എന്ന് പറയാം. അപ്പോൾ അതായത് sin x ഏറ്റവും മിനിമം വാല്യൂ sin x + a is equal to sin x ആവുന്ന ഏറ്റവും മിനിമം വാല്യൂ 2π ആണ്. അപ്പം sin x പീരീഡ് നമുക്ക് 2π എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്സർവ് ചേഞ്ച് ഇൻ ദ ഗ്രാഫ് അക്കോർഡിംഗ് ടു എ അനുസരിച്ച് ഇതെങ്ങനെ മാറുന്നു എന്നാണ് ചോദിച്ചു വെക്കുന്നത്. പിന്നെ സ്ലൈഡർ സെറ്റ് ചെയ്യുക 0 ആയിട്ട്. അപ്പോൾ അത് നെഗറ്റീവ് സൈഡിൽ പോകുമ്പോഴും അതുപോലെ തന്നെ -6.3 വരുമ്പോഴും അത് ഈക്വലായിട്ട് വരുന്നത് -2π ആണത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. പിന്നെ ഇതിന് സ്ലൈഡർ 0 സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സീറോ സെറ്റ് ചെയ്യുമ്പോഴും ഇത് രണ്ട് സെയിം ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ പറഞ്ഞ ഡ്രോ ദ ഗ്രാഫ് ഓഫ് cos x ഗ്രാഫ് വരയ്ക്കുക. മൂവ് സ്ലൈഡർ എ കമ്പയർ ദ ഗ്രാഫ് ഓഫ് sin x + a is equal to cos x. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. cos x ഗ്രാഫ് നോക്കുക.
ഇത് എന്നിട്ട് ഇത് മൂവ് ചെയ്യുന്നു. ഇത് 1.6 ആണ്. ഈ 1.6 എന്ന് പറയുന്നത് നമുക്കറിയാം π/2 വാല്യൂയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം കോസ് സൈൻ π/2 പ്ലസ് എക്സ് ആണ് കോസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ π/2 ആണ്. പിന്നെ ക്യാൻ യു പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഗ്രാഫ് ഓഫ് സൈൻ എക്സ്പ്രസ് കോൺസൈഡ് വിത്ത് കോൺസൈഡ് വിത്ത് ദി ദാറ്റ് ഓഫ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും പറയാം ഇവിടെ ഈ π/2 മൾട്ടിപ്പിൾ വരുന്ന എല്ലാം അത് കോസ് എക്സ്. π/2 ഇവിടെ π/2 വരുമ്പോൾ ഇത് കോസ് എക്സ് ആണ് നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും. അതുപോലെ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഫംഗ്ഷൻ ഫോർ വിച്ച് ദർ എക്സിസ്റ്റ് റിയൽ നമ്പർ എസ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഈസ് കാൾഡ് പീരിയോഡിക് ഫംഗ്ഷൻ. The smallest positive number satisfy this identity is called period of f. പിന്നെ അടുത്തതാണ് compare the graph of functions in set 1 with the graph of function set 2 and note down observations in the following table. അപ്പോൾ ഇത് ഓരോ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. അത് ഈ രണ്ട് ഗ്രാഫ് ഈ തന്നിരിക്കുന്ന സെറ്റ് 1 സെറ്റ് 2 വരയ്ക്കുക. എന്നിട്ട് ഇത് കമ്പയർ ചെയ്യാൻ അതിന് റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് ഇതിന് ഈക്വലായിട്ടുള്ള ഇവിടെ ഈ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗ്രാഫ് ഏതാണ് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ആദ്യം ഞാൻ ബൈ വണ്ണായിട്ട് ഓരോന്നും ചെയ്യുകയാണ്. ഇത്രയും ഗ്രാഫ് വരച്ചു. പിന്നെ ഓരോന്നിനും നമുക്കിതിനെ ഡിസേബിൾ ചെയ്യാം. ഈ ഓരോ ഡോട്ട്സിലും ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത സെറ്റ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സ്. ഇതാണ് രണ്ടാമത്തെ സെറ്റ് പറയുന്നത്. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നത് ഇപ്പോൾ ഇതിന് ഈക്വലായിട്ടുള്ള അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം കണ്ടുപിടിക്കാൻ, അതുപോലെ ഈക്വലായിട്ടുള്ള ഗ്രാഫ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഇത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം.
ഞാൻ sin x മാത്രം ഇവിടെ ഡിസേബിൾ ആക്കുന്നു, ബാക്കിയെല്ലാം ഡിസേബിൾ ആക്കുന്നു. അപ്പോൾ sin x ഈക്വൽ ആയിട്ടുള്ള ഗ്രാഫുകൾ ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ sin x ഈക്വൽ ആയിട്ടുള്ള ഗ്രാഫ് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. അതുപോലെ ഇതും സെയിമാണ്, ഇത് സെയിമല്ല, ഇത് രണ്ട്. അപ്പോൾ ഇവിടെ sin x ഈക്വൽ ആയിട്ടുള്ളത് ഇത് രണ്ടിൻ്റെയും റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് നമുക്ക് sin x എഴുതാം. അപ്പോൾ അടുത്ത മൈനസ് sin x നോക്കുകയാണ്. മൈനസ് sin x ആകുമ്പോൾ ഇവിടെ ഇതും ഇതാണ് മൈനസ് sin x ഗ്രാഫ്. അപ്പോൾ നമുക്ക് ആ ഡോട്ട്സ് നോക്കി നമുക്ക് പറയാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇത് മൈനസ് sin x ആണ്. മൈനസ് sin x വരുന്നത് നമുക്കിത് ഈ രണ്ട് ഗ്രാഫായിരിക്കും. അതുപോലെ cos x വരുന്നത് ഇത് cos x ആണ്. ഇത് രണ്ടും മൈനസ് cos x ആണ്. cos x അല്ല, മൈനസ് cos x ആണ് ഇത് രണ്ടും. അടുത്ത് നമ്മൾ cos x നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും cos x ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം നമുക്ക് എഴുതാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ഇത് ഫില്ല് ചെയ്യണം. പിന്നെ അതുപോലെ അടുത്ത ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്ത ഇതേപോലെ സെറ്റ് 3 ഗ്രാഫ് ഇതാണ്, അത് വരച്ചിട്ട് സെറ്റ് 2 ആയിട്ട് വീണ്ടും കമ്പയർ ചെയ്യുക. അപ്പം പുതിയൊരു വിൻഡോ എടുത്ത് വരച്ചാൽ മതി ഇതല്ല. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ sin x പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ടേബിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ഇതാണ്. sin nπ ± x എന്ന് പറയുന്നത് ± sin x ആയിരിക്കും. അതുപോലെ cos nπ ± x എന്ന് പറയുന്നത് ± cos x ആയിരിക്കും. അത് tan nπ ± x ± tan x ആയിരിക്കും. The sign of right hand side is determined by quadrant in which nπ ± x lies. ഇത് എവിടെ കിടക്കുന്നു അതനുസരിച്ചായിരിക്കും അതിൻ്റെ നെഗറ്റീവ് സൈൻ വരുന്നത്. അതുപോലെ ഇവിടെ ഓടാകുമ്പോഴും അത് തന്നെയാണ് /2 വരുന്നു. അപ്പോൾ ഇത് സെയിം ഫംഗ്ഷൻ വരുന്നതാണ്. എന്നിൻ്റെ പൈയുടെ മൾട്ടിപ്പിൾ വരുമ്പോൾ ഇവിടെ π/2 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അതിൻ്റെ കോഫങ്ഷനായ cos x, ഇവിടെ sin x ആണ്, ഇവിടെ cot x എന്ന് പറയാം. അവിടെയും സൈൻ എന്ന് പറയുന്നത് ഈ കോട്ടൻ്റെ എവിടെ കിടക്കുന്നു, ഈ nπ/2 ± x അവിടെ കിടക്കുന്നു. അതനുസരിച്ചായിരിക്കും അതിൻ്റെ കോട്ടൻ്റ് എന്നോ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സേവ് ഒക്കെ ചെയ്യാം. ഇതാണ് ആക്ടിവിറ്റി 7.1. അടുത്ത ആക്ടിവിറ്റി 7.2 ആണ്. ഇതെന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇവിടെ draw a graph of f of x equals sin x. Create a slider. Draw the graph of a sin x. അതിന് a സ്റ്റാർ എഫ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം sin x ക്രിയേറ്റ് ചെയ്യുക. sin x എന്നിട്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കിത് തന്നെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് a എന്ന് പറയുക a സ്റ്റാർ sin x എന്നോ a സ്റ്റാർ എഫ് എന്നോ കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ ഇത് രണ്ട് സെയിം ആണ്. പിന്നെ observe the change in the graph according to a. How does the value of a affect the domain and range of the function f? Change the function f to cos x and repeat observations and make notes. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. a ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇത് കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അടുത്ത് വരുന്നു. അതുപോലെ ഇത് ഇങ്ങനെ ഒരു എലോങ്ങേഷൻ എന്ന് പറയാം, വലിച്ചു നീട്ടുന്നു, ഇത് ചുരുങ്ങുന്നു. അതാണ് കംപ്രഷനും എലോങ്ങേഷൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഡൊമൈന് ചേഞ്ച് ചെയ്യുന്നില്ല. ഡൊമൈൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് എ ആണ്. പക്ഷേ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഈ എയെ ബേസ് ചെയ്തായിരിക്കും. എ ഏത് വരുന്നു അതനുസരിച്ചായിരിക്കും.
ഇപ്പം നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ -5-നും 5-നും ഇടയിലായിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവൽ -5-നും 5-നും ഇടയിലായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ അപ്പം വേറെ നമ്പർ എടുത്താൽ 5 എടുത്താൽ അതുപോലെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റേഞ്ച് പറയുമ്പോൾ ഡൊമൈൻ പറയുമ്പോൾ 6 എന്നും റേഞ്ച് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -a എന്ന് പറഞ്ഞാലും മതി. അതുപോലെ ഇത് മാറ്റിയിട്ട് sin x cos x ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിപ്പം ഞാൻ ഷോ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ cos x ഡ്രോ ചെയ്യുന്നു. ആണ് ഞാൻ cos x എടുത്തേക്കുന്നത്. cos x എന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അത് തന്നെയാണ്. ഇതും വ്യത്യാസമില്ല. അത് കംപ്രസ് ചെയ്യുകയും എലോങ്ങേറ്റ് ചെയ്യുന്ന എലോങ്ങേഷൻ ആൻഡ് കംപ്രഷനാണ് ഇവിടെയും ഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -a എന്ന് പറയാൻ പറ്റും. നമുക്ക് പറയാം വെർട്ടിക്കൽ എലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ ഒക്കേഴ്സ് ടു ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ആസ് a increases or decreases. a ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എലോങ്ങേഷൻ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്രഷനുമായിരിക്കും. അതുപോലെ ഡൊമൈൻ ഓഫ് a sin x and a cos x are independent of a. That is domain is the set of real numbers and range is മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആക്ടിവിറ്റി 7.2 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അടുത്തത് ആക്ടിവിറ്റി 7.3 ആണ്. 7.3 എന്ന് പറയുന്നത് പീരിയഡ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇവിടെ ആദ്യം പറയാം ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x sin x, ക്രിയേറ്റ് ഇൻറ്റിജർ n, ഡ്രോ ദ ഗ്രാഫ് ഓഫ് n sin nx. അപ്പോൾ അത് ഇൻപുട്ടിൽ f of nx എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ n മാറുന്നതനുസരിച്ച് ആ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് അത് sin x ഗ്രാഫ് ഡ്രോ ചെയ്യുന്നു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റിജർ സ്ലൈഡറാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. 30 കിടന്ന് നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് മാറ്റുകയാണ്. ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ഇവിടെ n കൊടുക്കാം. അപ്പോൾ ഇത് മാറുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഓരോ വാല്യൂ കിട്ടുകയും ചെയ്യാം. എന്നിട്ട് sin nx നമുക്കിവിടെ വരയ്ക്കാനാണ് പറയുക. sin nx എന്നോ അല്ലെങ്കിൽ f of nx എന്ന് വേണമെങ്കിലും കൊടുക്കാം. 1 ആകുമ്പോൾ രണ്ട് സെയിം ആണ്. അപ്പോൾ നമ്മളിത് മാറുന്നതനുസരിച്ച് നമുക്കറിയാം n മാറുമ്പോൾ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇവിടെ നമുക്കറിയാം കംപ്രഷനാണ്. ഇവിടെ n ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കംപ്രഷനാണ് ഉണ്ടാകുന്നത്. അതുപോലെ n ഡിക്രീസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ അറിയാം ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. ഇതിൻ്റെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിനെ തിരിച്ച് വരാൻ വേണ്ടി എടുക്കുന്ന ഇതാണ് 2π എന്ന് പറയാം. അതുപോലെ ഇത് ഞാൻ 2 ആക്കും. sin 2x ആകും. അപ്പോൾ sin 2xൻ്റെ അപ്പോൾ പീരീഡ് എന്താണ്? അപ്പോൾ ഇത് കറങ്ങി ഇവിടെ വരാൻ എടുക്കുന്ന സമയം π ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയായി മാറി. എക്സ് ആയപ്പം 2π, 2x ആകുമ്പം π അതിൻ്റെ പകുതിയാണ്. ഞാൻ 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ അത് ഇവിടെ 2π/3 ആണ്. അപ്പോൾ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത 4 കൊടുത്തു. 4 കൊടുത്തപ്പോൾ അത് π/3 ആണ്. 5 കൊടുത്തപ്പോൾ 5π/3 ആണ്. 3 സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 2π/3 2π/5 എന്നാവും. അങ്ങനെ 6 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന ഇതുപോലെ sin 2x, sin 3x, sin 5x ആണ്. ഇതൊക്കെ നമുക്കറിയാം. sin 2x പറയുമ്പോൾ π ആണ്. sin 3x പറയുമ്പം 2π/3 ആണ്. അപ്പം sin 5x എന്ന് പറയുന്നത് 2π/5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ n is a പോസിറ്റീവ് ഇൻറ്റിജർ. വാട്ട് ഈസ് എ പീരീഡ് ഓഫ് nx എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നോക്കി പറയാൻ പറ്റും. നമുക്ക് പറയാം അതിൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് ഇതോടെ പീരീഡ് കണ്ടുപിടിച്ചു. പീരീഡ്
പീരീഡ് ഓഫ് ദി ഡിക്രീസിങ് ഫംഗ്ഷൻ ഇൻക്രീസസ് ആസ് n ഇൻക്രീസസ്. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് sin nx എന്ന് പറയുമ്പോൾ 2π/n എന്ന് പറയാം. ഇനി കോസ് നോക്കിയാലും അത് തന്നെ ആയിരിക്കും. f/n എന്ന് അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് 1 ആകുമ്പോൾ നേരത്തെ അതിന് ഈക്വൽ തന്നെയാണ്. പക്ഷെ 2 ആകുമ്പോൾ നമുക്ക് നോക്കാം. 2 ആകുമ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 4π ആണ്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 4π ആണ്. അതുപോലെ അടുത്ത 3 ആയിക്കഴിഞ്ഞാൽ 6π ആണ്. അതുപോലെ 4 ആയിക്കഴിഞ്ഞാൽ 8π ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് പോകുന്നത്. ഇരട്ടിയിൽ അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് പോകുന്നത്. ഇപ്പം ആദ്യം അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ നിന്ന് പറയുന്നത് ഇത് പീരീഡ് ഓഫ് ഫംഗ്ഷൻ ഇൻക്രീസ് ആസ് n ഇൻക്രീസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ഫംഗ്ഷൻ sin nx/n 2nπ ആണ്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഏതാണോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ കോസ് എടുത്താലും ഇതുപോലെ തന്നെ കാണാം. കോസ് എടുക്കുക അതിന് പകരം. ഞാൻ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് π/n ആണ്. അപ്പോൾ കോസ് n(1x) ആകുമ്പോൾ അത് തന്നെയാണ്. പക്ഷേ 2x ആകുമ്പോൾ നമുക്കറിയാം ഇത് നേരത്തെ കൂട്ട് തന്നെയാണ് 2. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കംപ്ലീഷൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി മതി. അടുത്ത 3 എടുത്താൽ അതുപോലെ അതിൻ്റെ വീണ്ടും പകുതി മതി. 2πയുടെ പകുതി, അതായത് π/3 മതി. 2π/3 2πയുടെ 3 ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ആകുമ്പോൾ 2π/4 ആണ്. അപ്പോൾ അത് π/2 എന്ന് പറയാം. അടുത്ത 5 ആകുമ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി f(x/n) നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. 2 ആകുമ്പോൾ അത് നമ്മൾ ഇതാ നോക്കണ്ടേ. ഇവിടെ 4π ആണ്. ഇനി 3 ആകുമ്പോൾ അത് 6π ആണ്. ഗ്രീൻ ഇതാണ് 6π ആണ്. അതുപോലെ 4 ആകുമ്പോൾ അത് 8π ആണ്. ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സൈഡിൻ്റെ കൂട്ട് തന്നെയാണ്. ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. ദ പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ ഡിക്രീസസ് ആസ് n ഇൻക്രീസസ്. ദ പീരീഡ് ഓഫ് sin x ആൻഡ് cos x ഈസ് 2π/n. ദ പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻക്രീസസ് ആസ് n ഇൻക്രീസസ് n ആകുമ്പോൾ അങ്ങനെയാണ്. ദ പീരീഡ് ഓഫ് sin nx ആൻഡ് cos x/n ഈസ് 2nπ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പീരീഡ് കണ്ടുപിടിക്കുക. നമുക്ക് ഇത് ഓർത്തിരുന്നാൽ മതി. ആ എന്നിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. n ഏതാണോ വരുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. nx എന്ന ഫോമിൽ വരുവാണെങ്കിൽ x/n എന്ന ഫോമിലാണെങ്കിൽ അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അത് ചെയ്യുന്നത് 2π ആണ്. അപ്പോൾ അത് ആദ്യത്തെ പീരീഡായ 2π ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതാണ് ആക്ടിവിറ്റി 7.3. അടുത്തത് ആക്ടിവിറ്റി 7.4 ആണ്. ഷിഫ്റ്റിംഗ് ആൻഡ് സ്കെയിലിംഗ്. ഇത് രണ്ടും ഒരുമിച്ച് വരിക. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോട് ആഡ് ചെയ്യുകയും ചെയ്യുന്നു, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഇൻറ്റുകയും ചെയ്യുന്നു. അതിനാണ് ഇപ്പം sin bx + c ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ട് ഇൻറ്റു ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഷിഫ്റ്റിംഗ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ 3 സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ sin x ഡ്രോ ചെയ്യുന്നു. സ്ലൈഡ് എടുത്ത് 3 എണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടത്.
എന്നിട്ട് ഇനി നമ്മളടുത്ത് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ എ സൈൻ ബി എക്സ് പ്ലസ് സി അല്ലെങ്കിൽ എ സ്റ്റാർ എഫ് ബി സ്റ്റാർ എക്സ് സി എന്ന് ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ദ ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ഗ്രാഫ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് സൈഡേഴ്സ്. എന്നിട്ട് അത് കോസ് എക്സിന് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എ ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് എ ചേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ എലോങ്ങേഷനും കംപ്രഷനുമാണ് എ ചേഞ്ച് ചെയ്യുമ്പോൾ. ഈ ബി ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കാം. ബി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എ ചേഞ്ച് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ എലോങ്ങേഷൻ ആൻഡ് വെർട്ടിക്കൽ കംപ്രഷൻ എന്ന് പറയാം. ഇവിടെ ബി ചേഞ്ച് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ബി ചേഞ്ച് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ എലോങ്ങേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ എലോങ്ങേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കംപ്രഷൻ എന്ന് പറയാൻ പറ്റും. സി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഷിഫ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡർ മാറ്റി ചെക്ക് ചെയ്യാൻ നമ്മളത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കോസ് എക്സിന് വേണ്ടി ചെയ്യുന്നു. കോസ് എക്സ് ഇതേപോലെ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഇത് രണ്ടൊന്ന് ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് കോസ് എക്സ് എടുക്കുന്നു. ഇവിടെ എച്ച് ആണ് കോസ് എക്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എച്ചിന് കൊടുത്താൽ മതി ബ്രാക്കറ്റിൽ ബി സ്റ്റാർ എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. സി ചേഞ്ച് ചെയ്താൽ മുമ്പേ പറഞ്ഞിട്ടാണ് ഷിഫ്റ്റിംഗ് ആണ്. എ ചേഞ്ച് ചെയ്താൽ വെർട്ടിക്കൽ എലോങ്ങേഷൻ ആൻഡ് കംപ്രഷനാണ്. അതുപോലെ എ ചേഞ്ച് ചെയ്താൽ അത് ഹൊറിസോണ്ടൽ എലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ എന്ന് പറയാൻ പറ്റും. നേരത്തെ സൈൻ്റെ അതേ പ്രോപ്പർട്ടി എന്നതിനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം. ഈ ചേഞ്ച് ഇൻ എ വെർട്ടിക്കൽ എലോങ്ങേഷൻ കംപ്രഷൻ ബൈ എ ടൈംസ് അല്ലെങ്കിൽ എ യൂണിറ്റ്സ് എന്ന് പറയാം. ചേഞ്ച് ഇൻ ബി ഹൊറിസോണ്ടൽ എലോങ്ങേഷൻ കംപ്രഷൻ ബൈ ബി യൂണിറ്റ്സ്. ചേഞ്ച് ഇൻ സി ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ബൈ സി. സി മാറുന്നതനുസരിച്ച് അതിൻ്റെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് പറയാം. ഇതും വളരെ എളുപ്പമുള്ള ഒരു ലാബാണ്.